എം ടിയുടെ റിവെഞ്ച് 2 ആണ്. ഞാൻ ഏകദേശം ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് എം ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് ബ്രാൻഡ്സ് വേറെ അവൈലബിൾ ആണ്, നമുക്കറിയാം. പക്ഷേ സ്റ്റിൽ ഞാൻ എം ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ഹെൽമെറ്റ് വാങ്ങിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ നോക്കുമായിരുന്നു. ഓരോ ഹെൽമെറ്റ്സിൻ്റെ റിവ്യൂസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ക്രാഷ് ടെസ്റ്റ്, അതുപോലെയൊക്കെയുള്ള അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ നോക്കുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ ഹെൽമെറ്റ്സൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഏതൊരു യൂട്യൂബറാണ്. പുള്ളിയുടെ ഒരു വീഡിയോയിൽ പുള്ളി ഒരു 10 ഹെൽമെറ്റ്സോളം വെച്ചിട്ട് ഹാമർ വെച്ച് അടിച്ചു പൊട്ടിക്കുകയാണ്. സോ ആ സമയത്ത് ഞാനൊരു ഹെൽമെറ്റ് നോക്കി വെച്ചിരുന്നു. ആ ടൈമിൽ ആ ഒരു ഹെൽമെറ്റ് ആ വീഡിയോയിലുണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടി ഞാൻ ആ വീഡിയോ എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ എടുത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയിരുന്ന ആ ഹെൽമെറ്റ് ഒരു 2 പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ 2 അങ്ങ് പൊളിഞ്ഞു പോയി. അതോടെ ഞാൻ വളരെ എന്ത് പറയാനാണ്, വല്ലാണ്ടായിപ്പോയി. എനിക്ക് പിന്നെ ആ ഹെൽമെറ്റ് ഞാൻ അതോടെ വാങ്ങിക്കേണ്ടതെന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടപ്പോഴത്തേക്കുമാണ് ഏറ്റവും ലാസ്റ്റ് പുള്ളി പൊട്ടിക്കുന്നത് എം ടിയുടെ ഒരു ഹെൽമെറ്റാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 5000 ആ ഒരു റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു ഹെൽമെറ്റാണ്. പുള്ളി ആ ഹെൽമെറ്റ് ഏകദേശം ഒരു 5 പ്രാവശ്യത്തോളം ഈ ഒരു ഹാമർ വെച്ച് അടിക്കുകയാണ്. അടിച്ച സമയത്ത് ഈ ഒരു ഏരിയയിൽ ആണ് പുള്ളി കൂടുതലായിട്ടും അടിച്ചത്. അപ്പോൾ ആ ഒരു ടൈമിൽ ലാസ്റ്റിലത്തെ അടിയിൽ ഈ ഒരു ഏരിയ കൊണ്ട് കുറച്ചൊന്ന് താഴ്ന്നു, അല്ലാതെ ഈ ഹെൽമെറ്റ് പൊട്ടിയില്ല. ഓക്കെ, ആ ഒരു റീസണാണ് എന്നെ ട്രിഗർ ചെയ്തത് ഈ ഒരു ബ്രാൻഡിലോട്ട്. ഞാൻ അതിനുശേഷം ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ നെറ്റിലൊക്കെ കൂടുതൽ നോക്കി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ കൂടുതൽ അന്വേഷിച്ചു, ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടോ, ഇതിനെങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ മിക്കവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നോക്കാവുന്ന ഒരു ബ്രാൻഡാണ്, കുഴപ്പമില്ല, വാങ്ങിക്കാൻ കൺസിഡർ ചെയ്യാം, നീ നോക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ ഏത് മോഡൽ വാങ്ങിക്കണം എന്നുള്ള ഒരു സെർച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് യൂഷ്വലി ഒരു ട്രാക്സ് ഹെൽമെറ്റ് തന്നെ വേണം, ഹൈ സ്പീഡ് റൈഡിങ് ചെയ്യണം, ഹൈ സ്പീഡ് ടൂറിങ് ആയിരുന്നു മെയിൻ ഉദ്ദേശം. അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് റൈഡിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരിക്കണം. ഡുവൽ വൈസറൊന്നും വേണ്ട, സിംഗിൾ വൈസർ ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലിപ്പിംഗ് വരുന്നത് ഡബിൾ ഇയറിംഗ് വരുന്ന ഹെൽമെറ്റ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് റിക്വയർമെൻറ്റ്സ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഹെൽമെറ്റ് ആയിരുന്നു ഈ ഒരു എം ടിയുടെ റിവെഞ്ച് 2. അങ്ങനെ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഹെൽമെറ്റ് ആയിരുന്നു എം ടിയുടെ ഈ റിവെഞ്ച് 2. എനിക്ക് അന്നേരം യൂസർ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് ഓർക്കുന്നുണ്ട്, പുള്ളിയും വളരെ നല്ല അഭിപ്രായമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പ്രൊസീഡ് ചെയ്ത് ഞാൻ വാങ്ങിച്ചു. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ആക്ച്വലി നല്ല ഹെൽമെറ്റ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാര്യം നമുക്കറിയാം, ഞാൻ യൂസ് ചെയ്യുന്ന RM5 ആണ്. അപ്പോൾ RM5s നമ്മൾ ഈ ലീൻ ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി വെയിറ്റുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ കഴുത്തിന് ബാക്കിലേക്ക് നമുക്ക് പെയിൻ വരാം. പക്ഷേ ഈ ഹെൽമെറ്റിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, പെയിനോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഉള്ളിലുള്ള ഇന്നർ ലൈനിങ് നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ചെവിയുടെ ഏരിയയിലൊന്നും അങ്ങനെ പെയിനോ കാര്യങ്ങളൊന്നുമില്ല, നല്ല സോഫ്റ്റ് ലൈനിങ് ആണ്. പിന്നെ നല്ല സയൻറ്റിഫിക് ഹെൽമെറ്റായിട്ട് നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത് സൈസ്. അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ എയറിൻ്റെ നോയ്സ് തീരെ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ല വലിയ കാര്യമായിട്ട് എയർ നോയ്സ് ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ഹെൽമെറ്റൊന്നുമല്ല. ഒരു ഇയർ പ്ലഗ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ, മാനേജബിൾ ആണ്, പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ 2 എയർ വെൻസ് വരുന്നുണ്ട്, നല്ല ഫംഗ്ഷനിലാണ്. നമുക്ക് കുറച്ച് സ്പീഡ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഉള്ളിലോട്ട് എയർ കൂടാവുന്ന നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു വിഷൻ പറയുകയാണെങ്കിൽ വൈഡ് വിഷൻ കുറവാണ്, കൂടുതലും സ്ട്രൈറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണിത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും നോക്കി തന്നെ നമുക്കറിയാം ഇതൊരു ട്രാക്ക് സ്പെക്ക് ഹെൽമെറ്റാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. പിന്നെ എനിക്കത് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെൽമെറ്റ് വാങ്ങിച്ചത്. നമുക്കിപ്പോൾ ടൂറിങ് ആയിരിക്കും കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കുക. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ ഹെൽമെറ്റ് ഒരു 500 രൂപ അവിടെ കുറയും എന്ന് നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മുടെ ബഡ്ജറ്റിന് കിട്ടുന്ന ഏറ്റവും നല്ല ഹെൽമെറ്റ് തന്നെ ചൂസ് ചെയ്യുക, അതിലൊരു മടിയും വിചാരിക്കേണ്ട. ഹെൽമെറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ തലയാണ്, പോയതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ചിന്ത വേണം. പിന്നെ ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങിച്ച സമയത്ത് എൻ്റെ ബഡ്ജറ്റ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ സ്റ്റിൽ എൻ്റെ കണ്ണ് AGV-യിലും അതുപോലെ തന്നെ RI ഹെൽമെറ്റ്സിലും ഒക്കെയാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും എനിക്കത് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഹെൽമെറ്റൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. പ്രത്യേകിച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ഹെൽമെറ്റ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുക.
അതിലൊരു മടി വിചാരിക്കില്ല. ബാക്കി ഗിയേഴ്സും അതുപോലെ തന്നെ നമ്മൾ കുറേശ്ശെ സേവ് ചെയ്ത് വാങ്ങിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ എന്തായാലും ഒരുമിച്ചെല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. സേവ് ചെയ്ത് വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഒരു ബിഗ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കളർ ഫെയ്ഡിങ് ഇഷ്യൂ ഉണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. എനിക്ക് ആക്ച്വലി ഇത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ ഞാൻ ഇതിനങ്ങനെ വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇതിന് വന്നു കളർ ഫെയ്ഡ് ആകുന്നുണ്ട്. ഏകദേശം എടുത്തൊരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കളർ ഫെയ്ഡായി തുടങ്ങി. പിന്നെ ഇപ്പോഴും ആ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ കളർ എന്നുള്ള രീതിയിൽ കണ്ടാൽ തോന്നത്തുള്ളൂ. അല്ലാതെ ഇത് പുറത്തോട്ട് നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റാത്തത്ര രീതി വൃത്തിയൊന്നും ആവില്ല. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ ഇതിന് ആൻറ്റി ഫോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് സ്റ്റോക്ക് വൈസറിൽ വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വരെ വാങ്ങിച്ച് വെക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഒരു വൈസർ ലോക്ക് ഉണ്ട്. ഞാനൊരു പോയിന്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കും. അപ്പോൾ വലിയ രീതിയിൽ ഫോഗൊന്നും വരില്ല. മാനേജബിൾ ആണ് എല്ലാം. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു MTയുടെ റിവെഞ്ച് 2 എന്ന് പറയുന്ന ഒരു മോഡൽ. സോ എല്ലാവരും വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. മാക്സിമം ഡബിൾ ഇയറിംഗ് ഉള്ള ഹെൽമെറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. സോ എല്ലാവരും മോട്ടോർ സൈക്കിൾ റൈഡിങ് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സേഫ് ആയിട്ടുള്ള പാഷനായിട്ട് തന്നെ കൊണ്ടുനടക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.